നമസ്തേ. ആരൊക്കെ കാണുമെന്നറിയില്ല. കുറെ കാലമായി ലൈവിൽ വന്നിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും സുഖം തന്നെ. കുറച്ചു മാസങ്ങളായി എല്ലാത്തിൽ നിന്നും അല്പം മാറി സഞ്ചരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്പം മാറി സഞ്ചരിക്കുകയായിരുന്നു. പൊതു സമൂഹത്തിൽ അങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ചിട്ട് കുറച്ചു ദിവസങ്ങളായി. എന്നാൽ ക്ഷേത്ര പരിപാടികളൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. ക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇന്ന് നമ്മളെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന ആ സുദിനം ഭംഗിയായി കൊണ്ടാടുമ്പോൾ അതിന്റെ സന്തോഷം എല്ലാവരുമായിട്ടൊന്ന് പങ്കിടുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം. ഇന്ന് 2 പരിപാടികൾ പങ്കെടുത്തു. ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിന് അടുത്തുള്ള 2, ഒന്ന് എന്റെ ഗ്രാമം, അതേപോലെ എന്റെ തൊട്ടടുത്ത ഗ്രാമം. 2 ഗ്രാമത്തിലും ധാരാളം കുടുംബങ്ങൾ വന്നു. അവരൊക്കെ നാമം ജപിച്ചുകൊണ്ട് മണിക്കൂറുകളോളം നാമം ജപിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഒരു വല്ലാത്ത മാറ്റം, ഒരു പ്രകാശം പരന്ന രീതിയായിരുന്നു ഇന്ന്. നല്ലത്. രാജ്യത്ത് ഇന്ന് ഒരു നാഥനുണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, രാമരാജ്യം രാമരാജ്യം. രാമരാജ്യം എന്നതൊരു ഹിന്ദുവിന്റെ രാജ്യം എന്ന് വിവക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് നമുക്കൊന്നും പറയാനില്ല. രാമരാജ്യം എന്നത് ധർമ്മത്തിന്റെ രാജ്യം എന്നാണ് എന്റെ വിവക്ഷ. അതല്ലാതെ രാമന് ഏത് മതമാണ് എന്ന് എനിക്കറിയില്ല. കാരണം രാമൻ ജീവിച്ചിരുന്നപ്പോ മതങ്ങളെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് വരുത്ത മതങ്ങളൊക്കെ വന്നത്. അതാലോചിക്കണം. പക്ഷെ അതാലോചിക്കാനൊന്നും ആർക്കും നേരമില്ല. ഇതെന്റെ രാമനല്ല എന്ന് പറഞ്ഞ് പ്രശസ്ത എഴുത്തുകാരൻ, കാരണം അദ്ദേഹം കണ്ട രാമൻ തൊപ്പിയുള്ള മീശ വടിച്ച താടിയുള്ള രാമനേക്കാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജനങ്ങൾ കണ്ട രാമൻ തന്നെയാണ് അവിടെ പ്രതീക്ഷിച്ചത്. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രാമനെ. ആ രാമൻ രാജ്യത്തിന്റെ കൊടിയടയാളം തന്നെ, അങ്ങനെ തന്നെ പറയാം, ഒരു കൊടിയടയാളം തന്നെയാണ് രാമൻ. ഭാരതത്തിന്റെ രാമൻ. ഭാരതം എന്ന നാമം, ആ നാമത്തിന് ആധാരമായി നിൽക്കുന്നത് രാമായണവും മഹാഭാരതവും ഒക്കെ തന്നെയാണ്. എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു നടക്കാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭാരതം ഒരു ഖണ്ഡമായിരുന്നില്ല, വിവിധ ഖണ്ഡങ്ങളായിരുന്നു, വിവിധ രാജ്യങ്ങളായിരുന്നു, വിവിധ രാജാക്കന്മാരായിരുന്നു ഭാരതം ഭരിച്ചത്. പിന്നെ എങ്ങനെ ഭാരതം ഉണ്ടാവുന്നു? പക്ഷെ അങ്ങ് കന്യാകുമാരി മുതൽ ഇങ്ങ് കാശ്മീർ, ഇങ്ങ് നമ്മുടെ കൊച്ചു കേരളം വരെ, ഹിമാലയം മുതൽ കന്യാകുമാരി വരെ എന്നും വൈകിട്ട് രാമന്റെ ജപമുണ്ടായിരുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അതില്ലാത്ത ഭവനങ്ങൾ ഈ ദേശത്ത്, അന്ന് ഭിന്നദേശങ്ങളായിരുന്നു പറഞ്ഞ ഭിന്നദേശങ്ങളിലൊക്കെ ഈ പറയുന്ന സന്ധ്യാസമയത്ത് രാമനെ സ്തുതിച്ചിരുന്നു. രാമകഥയുണ്ടായിരുന്നു, രാമചരിതം ഈ രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഉണ്ടായിരുന്നു. ഇവിടെ സാമൂതിരി ഭരിച്ചപ്പോഴും രാമനുണ്ടായിരുന്നു. അതിനു മുമ്പ് തമിഴ്നാട്ടുകാർ ഭരിച്ചപ്പോഴും രാമനുണ്ടായിരുന്നു. രാമൻ എവിടെയും ഇല്ലാതിരുന്നിട്ടില്ല. വിവിധ രാജാക്കന്മാർ ഭരിച്ചപ്പോൾ അവരുടെയൊക്കെ അവിടെയൊക്കെ ഉള്ളില് രാമനുണ്ടായിരുന്നു. ആ രാമൻ തന്നെയാണ് ഭാരതത്തെ കോർത്തിണക്കി നമ്മൾ വിവിധ സംസ്കാരങ്ങളിൽ നിലനിന്നപ്പോഴും അതിനെയൊക്കെ കോർത്തിണക്കിയത് നമ്മുടെ ഈ പറയുന്ന ഇന്ന് നമ്മൾ ഹിന്ദു സംസ്കാരം എന്ന് വിളിക്കുന്ന സനാതനധർമ്മം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
അപ്പൊ ആ സനാതനധർമ്മത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ആ സനാതനധർമ്മം ചർച്ച ചെയ്യപ്പെടാനും അടുത്ത കാലത്താണ് തുടങ്ങിയത്. അത് ഒരുപക്ഷെ അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നു വന്നപ്പോൾ ആരാണ് രാമൻ, എന്താണ് രാമൻ, രാമൻ എന്തിനു വേണ്ടി എന്നുള്ള ചർച്ചകളൊക്കെ ലോകത്തിന്റെ എല്ലാ കോണിലും നടന്നിട്ടുണ്ട്. രാമനെതിരായിട്ടും നടന്നിട്ടുണ്ട്. അങ്ങനെ ചർച്ച ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു രാമൻ ഇഫക്റ്റ് ഉണ്ടായിട്ടുള്ളത്. ആ രാമൻ ഇഫക്റ്റിനെ എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. സത്യത്തിൽ രാമൻ ഇഫക്റ്റിനെ ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യമില്ല. കാരണം ധർമ്മത്തിന്റെ രാജ്യം അല്ലെങ്കിൽ ധർമ്മരാജ്യം എന്നുള്ളത് ആരുടെ മേലും എന്തെങ്കിലും ശിക്ഷ കൊടുക്കുന്ന ഒരു സംഗതിയല്ല, ആരെയും ഒഴിവാക്കുന്ന കാര്യവുമല്ല. 30 കോടി ദേവതകളിലൂടെ തന്റെ ഈശ്വരനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഓരോ ഭാരതീയനും ഒരു പുതുതായിട്ട് ഒരു ദേവതാ സങ്കല്പം ഉണ്ടായാൽ അതിനെ എതിർക്കൊന്നുമില്ല. ആധുനിക മതങ്ങളെ എതിർത്തിട്ടില്ല. ക്രിസ്ത്യാനികൾ വന്നപ്പോഴും അവരെ കൈ കൂപ്പി തന്നെയാണ് സ്വീകരിച്ചത്. ഇവിടെ സാമൂതിരിയുടെ അടുക്കൽ അറബികൾ വന്നപ്പോഴും കൈകൂപ്പി തന്നെയാണ് സ്വീകരിച്ചത്. പിന്നീടുണ്ടായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് രാജ്യത്തിന് എല്ലാവർക്കും അറിയാം. ചരിത്രം അറിയുന്ന ബോധമുള്ള എല്ലാവർക്കും അറിയാം. ഹിന്ദു രാമനെ ആരാധിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ രാമൻ എന്ന പേര് സ്വീകരിക്കാൻ വേണ്ടി നികുതി കൊടുത്ത ഒരു ചരിത്രമുണ്ട്. ജസിയ. ഇവിടെ മുഗളന്മാർ ഭരിച്ചപ്പോഴൊക്കെ ഹിന്ദുവായി ജീവിക്കാൻ വേണ്ടി അതൊക്കെ പറയുമ്പോഴത്തേക്കും മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അയ്യോ, തനിക്കൊന്നും വേറെ പണിയില്ലേ എന്നാ പറഞ്ഞത്. ചരിത്രത്തെ നമ്മൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ചരിത്രം അത് അപ്പാടെ വിഴുങ്ങണം, കോൺഗ്രസുകാർ പറയുന്ന ചരിത്രം അപ്പാടെ വിഴുങ്ങണം. നമ്മളെ കൊണ്ട് ഒരുപാട് വിളിപ്പിച്ചു. അക്ബർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ ആചാരങ്ങളെ, നമ്മുടെ സംസ്കാരത്തിനെ കൊള്ളിവെച്ചവരെ, ഉഴുതുമറിച്ചവരെ എല്ലാം നാം ഗ്രേറ്റ് 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 എന്ന് വിളിച്ചു. അങ്ങനെ വളഞ്ഞുപോയ, സ്വന്തം സംസ്കാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹം ഇന്ന് ഈ ദിവസം അതിന്റെ നട്ടല് ഒന്ന് പതിയെ നിവർത്തി. ആ നിവർത്തുന്നത് കണ്ട് ഭാരതത്തിലെ സനാതനധർമ്മികൾ നട്ടല് നിവർത്തി നിൽക്കുന്നത് കണ്ട് രാമവിജയം ഉച്ചരിക്കുന്നത് കണ്ട് പലർക്കും ഭയം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ചാനലുകൾ ചർച്ച നടക്കുകയാണ്. അവിടെ ബിജെപിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ബിജെപിയുടെ രാഷ്ട്രീയ പരിപാടിയായി മാറിയോ? അല്ലല്ലോ. കോൺഗ്രസുകാരെ ക്ഷണിച്ചിട്ടുണ്ട്, എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്, നമ്മുടെ മോഹൻലാലിനെ പോലും ക്ഷണിച്ചിട്ടുണ്ട്. ആരൊക്കെ വന്നില്ല എന്നുള്ളത് അതിന്റെ സംഘാടകരുടെ പ്രശ്നമല്ല. സംഘാടകരാരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഇന്ന് അവിടെ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള 4000 പേര്. എനിക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പോയാൽ കൊള്ളാന്ന്. അവിടെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനിന്ന് പോയേനെ. കാരണം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു 4000 പേര് മാത്രമേ ഇന്ന് ഉൾക്കൊള്ളാൻ അവിടെ കഴിയുള്ളൂ. അതുകൊണ്ട് ബാക്കി ജനങ്ങളൊക്കെ സാവകാശം എന്ന് കണ്ടാൽ മതി. നമ്മളത് ശിരസ അംഗീകരിക്കുക. കാരണം അവിടുത്തെ പരിമിതി നമുക്കറിയാം, ഇന്നത്തെ സെക്യൂരിറ്റി നമുക്കറിയാം. അതുകൊണ്ട് നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. പോകാതിരിക്കില്ലോ. നമ്മൾക്കൊക്കെ കാണണ്ടേ രാമനെ. അയോധ്യയിൽ ആ ഭൂമി ഭരിച്ചിരുന്ന, ആ ഭൂമിയുടെ നാമത്തിന് അർഹനായിട്ടുള്ള ആ പുരുഷൻ അവിടെ അവതരിച്ചു, വീണ്ടും പുനർജനിച്ചു. അപ്പൊ പിന്നെ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല. പോകണം. ആയുസുണ്ടെങ്കിലൊക്കെ, ആയുസിന്റെ ദൈർഘ്യമുണ്ടെങ്കിലൊക്കെ നമ്മൾ പോയി കാണും. എല്ലാവരും പോയി കാണണം. ഇന്ന് എനിക്കറിയാം, ഇന്നിപ്പോ എല്ലാവരും ഇപ്പം ലൈവില് സാധാരണ വന്നു കഴിഞ്ഞാൽ ധാരാളം പേരുണ്ടാവുന്ന, ഇന്ന് എല്ലാവരും വീട്ടില് വിളക്ക് കൊളുത്തി എല്ലാവരും തന്നെ നാമം ജപിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ആ നാമം ജപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നിപ്പം ലൈവിലും
ഒന്നും ആള് കൂടുതൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അത് അറിഞ്ഞുകൊണ്ടാണ് വന്നത്. വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്റെ മുമ്പിൽ. എന്തായാലും ആ സന്തോഷം, ഇന്നിന്റെ സന്തോഷം, അങ്ങനെ വേണ്ടേ, ഇന്നിന്റെ സന്തോഷം പങ്കിടാൻ എല്ലാവരോടും ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. നമ്മുടെ രാജ്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഉയർന്ന രീതിയിലാണ് രാമനെ വരവേറ്റത്. അത് ഞാൻ നിൽക്കുന്ന കൊച്ചു ഗ്രാമത്തിന്റെ സ്പന്ദനം തിരിച്ചറിയുമ്പോൾ തന്നെ നമുക്ക് അതറിയാൻ കഴിയും. എത്രത്തോളം മനുഷ്യര് ഇത്രയധികം ഇതിന് തമിഴ്നാട്ടിലൊക്കെ കണ്ടില്ലേ, LCD സ്ക്രീനുകൾ പിടിച്ചെടുക്കുക, 400ഓളം സ്ക്രീനുകൾ പിടിച്ചെടുക്കുക. രാമനെ ആരും കാണണ്ട, ആ പ്രാണം കൊടുക്കുന്ന സമയത്ത് ആരും ദർശിക്കണ്ട എന്ന് കരുതി ഒരു ഭരണകൂടം തന്നെ ശ്രമിക്കുമ്പോൾ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ഓരോ കോണിലും രാമനെ വരവേൽക്കുന്ന ഒരു കാഴ്ച ഇന്ന് കാണാൻ കഴിഞ്ഞു. വീടുകളിലൊക്കെ ഇന്ന് തിരിതെളിഞ്ഞു. അതൊരു മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ് ഭാരതത്തിലുണ്ടാകുന്ന മാറ്റം. ആ മാറ്റം ചില സങ്കുചിത മനോവൈകല്യമുള്ള ആളുകളെ ഭയപ്പെടുത്തുന്നുണ്ട്. 2050 തങ്ങളുടെ രാജ്യമാക്കി മാറ്റാം എന്ന് കരുതുന്ന ആളുകൾക്ക് നല്ല ഭയപ്പാടുണ്ട്. പ്രത്യേകിച്ചും 2 വർഷമായിട്ട് നടന്നു വരുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് ഭീകരവാദികളെ അടിച്ചൊതുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയമില്ലാതിരിക്കില്ല, അവർക്ക് ഭയമുണ്ടാകും. കാരണം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ധർമ്മവ്യവസ്ഥയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവര്, ആ ധർമ്മവ്യവസ്ഥയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവര് അതിന്റെ ഉയർച്ച കണ്ട് ഭയപ്പെടാതിരിക്കുമോ? ലോകത്തിൽ വേറെ ഒരു രാജ്യത്തും ആ രാജ്യത്തിന്റെ സംസ്കാരം ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ഈജിപ്തിൽ പോയാൽ ഈജിപ്തിലെ സംസ്കാരമുണ്ടോ? ഈജിപ്തിന്റെ സംസ്കാരമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഭാരതം മാത്രം ഇത്രയൊക്കെ അടിച്ചൊതുക്കിയിട്ടും ഇത്രയൊക്കെ വൈദേശിക ആക്രമണം ഉണ്ടായിട്ടും അവരുടെ ഭരണം ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ഓങ്കാരവും ഈ പറയുന്ന നമ്മുടെ സംസ്കാരവും നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഇന്നിന്റെ പ്രത്യേകത. ഒരു പക്ഷേ അതിന് ഏറ്റവും വലിയൊരു കാരണക്കാരനായി ഭവിച്ചത് മോദിജി തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ഭാരതത്തിന്റെ മാറ്റത്തിന് മോദിജി നൽകിയ സംഭാവന അത് എക്കാലവും സ്മരിക്കപ്പെടും, യാതൊരു സംശയവും വേണ്ട. അത് കേവലം ഒരു BJPയുടെ നേതാവ് എന്ന അർത്ഥത്തിലല്ല. ഒരു പക്ഷേ ഭാരതത്തിന്റെ പൈതൃകത്തെ തൊട്ടറിഞ്ഞ ഒരു നേതാവ്, അദ്ദേഹം ഒരുപക്ഷെ ആ സ്ഥാനത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒരു മാറ്റവുമില്ലാതെ പോകുമായിരുന്നു ഈ രാജ്യം. അദ്ദേഹം 10 വർഷം പൂർത്തിയാക്കുമ്പോൾ ആ 10 വർഷത്തെ മാറ്റങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ ഭാരതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കണം. ഞാൻ 10 വർഷം മുമ്പും സഞ്ചരിച്ചിട്ടുണ്ട്. മോദിജി വന്ന് ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം ധാരാളം ഞാൻ നോർത്ത് ഇന്ത്യയിലും രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചിട്ടുണ്ട്. ഓരോ ഇടത്തും വന്ന മാറ്റങ്ങൾ, എക്സെപ്റ്റ് കേരള, പറയാതെ വയ്യ, കേരളം ഒഴികെ കേരളത്തിന്റെ അതിർത്തി, ഇവിടെ നമ്മൾ പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂരിലേക്ക് കയറിക്കഴിഞ്ഞാൽ, അതേപോലെ ഇവിടുന്ന് മൈസൂരിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ആ മാറ്റം പ്രകടമാകും. ഭാരതത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ വന്ന മാറ്റം, മറ്റു മേഖലകളിൽ വന്ന മാറ്റം ഒക്കെ നമുക്ക് വ്യക്തമായിട്ടും തിരിച്ചറിയാൻ പറ്റും. അതേ സമയം തന്നെയാണ് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഓരോന്നായി അദ്ദേഹം നമുക്ക് ചെയ്തു കാണിച്ചു. അതിന് രാമക്ഷേത്രം ഒരു പ്രധാന ഘടകമായിരുന്നു. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് അവർക്കും ആവായത്തില്ലേ? ഈ 10-75 വർഷം ഭരിച്ച കോൺഗ്രസുകാർക്ക് എന്താ ഈ മുതലെടുപ്പ് പറ്റിയില്ലായിരുന്നോ? അവർക്ക് എന്തുകൊണ്ട് പറ്റിയില്ല? ഈ രാമക്ഷേത്രത്തിന്റെ പ്രശ്നം തീർത്ത് ക്ഷേത്രം പണിയാൻ അവർക്ക് പറ്റിയിട്ടില്ല.
അതില് ഇപ്പൊ അവര് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോദി വന്നു, മോദി പ്രവർത്തിച്ചു, കോടതി അനുകൂലമായി വിധി പറഞ്ഞു. ആ ഭരണത്തിന് ഏതായാലും സർക്കാരിന്റെ പണമെടുത്തിട്ടില്ലല്ലോ ക്ഷേത്രം ഉണ്ടാക്കിയത്. അത് ഈ രാജ്യത്തെ മുഴുവൻ ഹൈന്ദവരുടെയും സംഭാവന അവിടേക്ക് ഒഴുകിയെത്തി. ക്ഷേത്രം പൂർണ്ണമായി നടന്നു. അപ്പോൾ ക്ഷേത്രം പൂർണ്ണമായി നടന്നു. അതിന്റെ യജമാനായി ഹിന്ദുവിന്റെ ഭാഷ്യത്തില് അല്ലെങ്കിൽ സംസ്കാരത്തിലെ ഭാഷ്യത്തില് ആരാണ് യജമാനെന്ന് അറിയാത്തവരാണ് ഈ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മുടെ സംസ്കാരത്തിൽ പറയുന്നു യജമാനനും ബ്രഹ്മം തന്നെ, കർമ്മിയും ബ്രഹ്മം തന്നെ, ഹവിസുക്കളും ബ്രഹ്മം തന്നെ, അഗ്നിയും ബ്രഹ്മം തന്നെ. അല്ലെ, എല്ലാം ബ്രഹ്മമയമാണ്. എല്ലാം ബ്രഹ്മത്തിൽ തുടങ്ങി ബ്രഹ്മത്തിന്റെ ഐക്യമെന്തോ അതാണ് നമ്മുടെ സങ്കല്പം. അവിടെ ശ്രീമാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിക്കല്ല പ്രാധാന്യം. അത് ബ്രഹ്മാംശമായിട്ടാണ് ഈ നമ്മുടെ സംസ്കാരം കാണുന്നത്. അവിടെ കർമ്മം ചെയ്യുന്നവനും ബ്രഹ്മാംശമാണ്, ഹവിസുക്കളും ബ്രഹ്മാംശമാണ്. അതേപോലെ തന്നെ അഗ്നിയും ബ്രഹ്മമാണ്, ആ അഗ്നിയിൽ ലയിക്കുന്നതും ബ്രഹ്മമാണ്. ഏത് പ്രാണനാണോ ഇന്ന് ചാർത്തിക്കൊടുത്തത് രാമന്റെ പ്രാണനല്ല, ആ രാമന്റെ പ്രാണനല്ലേ എന്നിലും നിങ്ങളിലും സകല ചരാചരങ്ങളിലുള്ള പ്രാണൻ തന്നെയാണ് രാമന് നൽകിയത്. നമ്മൾ പറഞ്ഞില്ലേ ബ്രഹ്മം, ആ ബ്രഹ്മത്തിന്റെ അതേ പ്രാണൻ എല്ലാ ജീവികളിലും എല്ലാ ജീവജാലങ്ങളിലുമുള്ള അതേ പ്രാണൻ, അത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളിലുള്ള ഒരു പ്രാണനുണ്ട്. ആ ജീവന്റെ പ്രാണൻ, ആ ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മാംശമാണെന്ന് കരുതുന്നവരാണ് ഹൈന്ദവർ. ആ ബ്രഹ്മാംശത്തെയാണ് ഇന്ന് രാമനിലേക്ക് നമ്മൾ പകർത്തിയത്, ജീവസുറ്റാതാക്കിയത്. അതിന് രാഷ്ട്രീയ നിറം കൊടുത്തത് മോദിജിയല്ല, ശത്രുക്കളാണ് രാഷ്ട്രീയ നിറം കൊടുത്തത്. ആ ശത്രുത എന്തിനാണ്? പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്നിപ്പോ പിണറായി വിജയൻ പറഞ്ഞു എല്ലാ മതങ്ങളും സമമാണ്, എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യമാണ്, ഒരു മതത്തിന് മാത്രം പ്രത്യേകതയൊന്നും കൊടുക്കാൻ പാടില്ല. ഹിന്ദുവിന് എന്ത് പ്രത്യേകതയാണ് നൽകിയിട്ടുള്ളത്? ഹിന്ദു സമമാരെ മറ്റു മതങ്ങളുമായിട്ട് സമത്വം ഹിന്ദുവിനില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതില് പ്രധാനമായിട്ടും വരുന്നത് ഒരു ഹൈന്ദവ ക്ഷേത്രവും ഹിന്ദുവിന്റേതല്ല, അതൊക്കെ സർക്കാരിന്റെയാണ്. അപൂർവം ചില ചെറിയ ക്ഷേത്രങ്ങൾ, കുടുംബക്ഷേത്രങ്ങൾ ഒഴികെ വലിയ ക്ഷേത്രങ്ങളൊക്കെ സർക്കാരിന്റേതാണ്. അവിടെ അവിശ്വാസികളായിട്ടുള്ള ധർമ്മവിരുദ്ധരായിട്ടുള്ള മനുഷ്യരാണ് അവിടെ പോയിട്ട് ഭഗവാന്റെ മുമ്പിൽ ചേഷ്ട കാണിക്കുന്നത്. നമ്മൾ കണ്ടു, ഒരു മന്ത്രി തീർത്ഥം കൊടുത്തപ്പോൾ അതുകൊണ്ട് കൈ കഴുകി ശുദ്ധീകരിച്ച ഒരു മന്ത്രിയെ നമ്മൾ കണ്ടു. അവരാണ് സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതിനു മുമ്പ് മുഖ്യമന്ത്രി പോയിട്ട് അതേ സന്നിധിയിൽ, അയ്യപ്പന്റെ സന്നിധിയിൽ പോയിട്ട് മുഖത്തേക്കൊന്നും നോക്കാതെ ഹുണ്ടിയിലേക്ക് നോക്കി പ്രസാദം കൊടുത്തത് സ്വീകരിക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നും അയ്യപ്പ ഭക്തര് അങ്ങ് ശബരിമലയിൽ എത്തണമെങ്കിൽ KSRTCയുടെ കൊള്ള, ആ കൊള്ളയടിക്ക് വിധേയമായിട്ട് മാത്രമേ അയ്യപ്പ ഭക്തന് ശബരിമല എത്തൂ. വെള്ളമില്ല. നമ്മൾ കണ്ടു, ഇക്കൊല്ലം കരയുന്നത് കണ്ടു, മനുഷ്യര് കരയുന്നത് കണ്ടു. അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണോ ഹജ്ജിന് പോകുന്ന വ്യക്തികളോട് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നിശ്ചയമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആ ആറ്റിറ്റ്യൂഡല്ല, ഒരു ഹജ്ജ് ഹാജിക്ക് കിട്ടുന്ന ആറ്റിറ്റ്യൂഡല്ല നമ്മുടെ അയ്യപ്പന് കിട്ടുന്നത് പലപ്പോഴും. അപ്പൊ എന്ന് പറഞ്ഞു എല്ലാ മതങ്ങൾക്കും ഈക്വൽ റൈറ്റ് ആണോ? ആണോ? നിങ്ങൾ ക്ഷേത്രത്തിന് വൈകുന്നേരം കോളാമ്പി വെച്ചിട്ട് ഹരേ രാമ 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 ഹരേ ഹരേ എന്നൊന്ന് പാടി നോക്കൂ. ഒരു 5 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ്. മൂന്നാമത്തെ മിനിറ്റിൽ അവിടെ പോലീസ് എത്തും. എന്തിനാണ് കോളാമ്പി വെച്ച് ബഹളമുണ്ടാക്കിയത് ചോദിച്ചു. അറസ്റ്റ് ചെയ്യും, നടപടിയെടുക്കും.
അവിടെ സുപ്രീം കോടതിയുടെ വിധി വരും. മറ്റുള്ളവർക്ക് അങ്ങനെയുണ്ടോ? ഹൈക്കോടതിയുടെ തൊട്ടടുത്തുള്ള പള്ളികളിൽ പോലും അവർക്ക് സ്വതന്ത്രമായി വളരെ ഉച്ചത്തിൽ എന്റേത് മാത്രം, എന്റെ ദൈവം മാത്രം, എന്റെ മതം മാത്രം എന്ന് ഉറക്കെ പറയാൻ പറ്റും. ഹിന്ദുവിന് അതില്ല. ഹിന്ദു നിയമം അനുസരിക്കണം. നമ്മൾ ആലോചിച്ചു, ആചാരങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്നപ്പോ കേരളത്തിലെ എത്ര ആയിരക്കണക്കിന് ഹൈന്ദവന്റെ പേരിൽ ഇന്നും കോടതിയിൽ കേസുണ്ട്. അവൻ ചെയ്ത തെറ്റെന്താണ്? അവന്റെ ആചാരത്തിന് വേണ്ടി സംസാരിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും പിണറായി വിജയൻ പറയുന്നു, എല്ലാ മതങ്ങൾക്കും ഞങ്ങൾ ഈക്വലായിട്ടുള്ള സ്ഥാനമാണ് കൊടുത്തതെന്ന്. നമ്മളൊക്കെ ഭക്തിയോടെ കാത്തുസൂക്ഷിക്കുന്ന ആ അയ്യപ്പന്റെ മുമ്പിലേക്ക് കണ്ട അറുവാണിച്ചുകളെ കയറ്റി വിട്ടപ്പോഴും നമ്മൾ സഹിച്ചു. നമ്മൾ അതിനെയാണ് എതിർത്തത്. ഭക്തരെയല്ല അവർ കയറ്റി വിട്ടത്. അപ്പൊ അവിടെ ആ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചപ്പോ എന്തേ പിണറായി വിജയന് എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, എല്ലാ മതങ്ങളുടെ ആചാരങ്ങളും ഒരുപോലെയാണെന്ന് തോന്നാത്തത്? എന്താണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ സുന്നി പള്ളിയിലൊക്കെ സ്ത്രീകളെ കയറ്റണം എന്ന് തോന്നാത്തത്? എന്താണ്? ഹൈന്ദവ ആചാരങ്ങൾ മാത്രം കോഴി വെട്ട് നിരോധിച്ച് കുമ്പളങ്ങ വെട്ടാൻ പറഞ്ഞു. ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ട്. മൃഗബലി ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞ ഹിന്ദുവിന് മാത്രം. മുസ്ലിങ്ങൾക്ക് എല്ലാ ബലി പെരുന്നാൾ എന്നതിന്റെ പേര് തന്നെ, ബലി കൊടുക്കുന്ന പെരുന്നാൾ, എല്ലാ മൃഗങ്ങളെയും കശാപ്പ് ചെയ്യാം. അപ്പൊ എല്ലാ മതങ്ങളോടും സർക്കാർ നയം ഒന്നല്ല. ഹൈന്ദവ ക്ഷേത്രങ്ങൾ സർക്കാരിന്റേതാണ്. ഒരു പള്ളിയോ ഒരു മസ്ജിദോ നിയന്ത്രിക്കാൻ സർക്കാർ വരുന്നില്ല. അവിടുന്ന് ഒരു പണം പോലും സർക്കാർ സ്വീകരിക്കുന്നില്ല. പക്ഷെ ഹൈന്ദവന്റെ അയ്യപ്പന്റെ അമ്പലത്തിൽ വീഴുന്ന പണത്തിന്റെ ഒരു അംശം ആ ശബരിമലയിൽ ചിലവാക്കിയാൽ, അവിടെ വിരിവെക്കാൻ ഇടം കൊടുത്താൽ അവിടെ തിരക്കുണ്ടാവില്ല. കാരണം 10-20 വർഷം മുമ്പ് പോയ ആളാണ് ഞാൻ. ഇന്ന് ഞാൻ അന്വേഷിച്ച് വിരിവെക്കാൻ പറ്റൂല്ല, വിരിവെക്കാവില്ല. വിരിവെക്കുന്ന ഇടങ്ങളൊന്നും തരയില്ല. എല്ലാം കച്ചവട കേന്ദ്രമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ വിരിവെക്കാൻ ഇടമില്ലാത്തത് കൊണ്ട് എല്ലാ അയ്യപ്പന്മാരും രാവിലെ വന്ന് നേരെ തള്ളിക്കേറിപ്പോയി അവിടെ പോയി തൊഴുത് മടങ്ങണം. അപ്പൊ തിരക്കുണ്ടാവില്ലേ? എന്നാൽ വിരി വെക്കാൻ ഇടണ്ടായിരുന്നു. നമ്മളൊക്കെ പോയപ്പോ വിരി വെക്കാൻ ഇടണ്ടായി. ഈ വിരി വെച്ച് കിടന്നിട്ട് നോക്കും തിരക്കുണ്ടോ. തിരക്കുണ്ടെങ്കിൽ കയറില്ല. ആ വിരിയിൽ തന്നെ കുറച്ചു നേരം വിശ്രമിക്കും. തിരക്ക് കുറയുമ്പോൾ കയറും. അങ്ങനെയായിരുന്നു ശബരിമല. നമുക്കവിടെ ഉരക്കുഴി വരെ നമ്മള് എന്തുണ്ടായിരുന്നു, വിരി വെക്കുമായിരുന്നു. ആ ഉരക്കുഴിയുടെ അടുത്ത് വരെ വിരി വെച്ച് ഞാനൊക്കെ പോയി ടെന്റ് അടിച്ച് കിടന്നിട്ട് 4-5 ദിവസവും അവിടെ കിടന്നിട്ടാണ് ശബരിമല തീർത്ഥാടനം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇന്ന് പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്താ ഹിന്ദുവിനോട് മാത്രം അങ്ങനെ? എന്താ അയ്യപ്പനോട് മാത്രം അങ്ങനെ? ഇന്ന് രാമക്ഷേത്രം പൂർത്തീകരിച്ച് ഹിന്ദുക്കൾ അതിന്റെ ഭാഗമായി വിളക്ക് കൊളുത്തുമ്പോൾ എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത? നമ്മുടെ പിണറായി വിജയൻ എന്തിനാണ് അസഹിഷ്ണുത? BJP പണിതല്ല ക്ഷേത്രം. കോടതി ഉത്തരവുണ്ടായിട്ട് പൂർത്തീകരിച്ച ഒരു ക്ഷേത്രം. അവിടുത്തെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല. അവരാരതി കത്തിച്ച് തുള്ളിച്ചാടുന്നു. ധാരാളം മുസ്ലിങ്ങൾ അവിടെ പുഷ്പമായിട്ട് വന്ന് പുഷ്പാർച്ചന നടത്തുന്നു. അവർക്കൊന്നും ഇല്ലാത്ത വേദന ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്കും ഭാരതത്തിലെ കോൺഗ്രസുകാർക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മറ്റേ സങ്കടകരമാണത്. ഇപ്പൊ പ്രതാപന്റെ വായിൽ നമ്മൾ കേട്ടു, ഇസ്ലാം മതത്തെ അങ്ങ് പൊക്കെ പിടിച്ചുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയാണ് സംസാരിക്കുന്നത്. അതേസമയം ഹിന്ദുവിന്റെ ആചാരങ്ങളെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ അവർക്കില്ല. ഏകദൈവ സിദ്ധാന്തം അത് മുസ്ലിമിലാണ് എന്ന് പ്രതാപൻ പറയുമ്പോ പ്രതാപൻ ഹിന്ദുവിനെ കുറിച്ച് എന്ത് പഠിച്ചു എന്നുള്ളത് ഞാൻ ചോദിക്കുക. ഞാൻ 45 കൊല്ലം മുസൽമാനായിട്ട് ജീവിച്ച വ്യക്തിയാണ് ഞാൻ. ഈ പ്രതാപൻ എന്തെങ്കിലും ഹിന്ദുവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? പ്രതാപൻ അറിയോ ഹിന്ദുവിന് ഒരു ദൈവമേ ഉള്ളൂന്ന്? ഈ ഇസ്ലാം മതവും ഈ ക്രിസ്തു മതവും ഉണ്ടാവുന്നതിന് മുമ്പ് ഏകദൈവ സിദ്ധാന്തം
കണ്ടുപിടിച്ചവരാണ് ഹിന്ദുക്കള്. ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ ഏതിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആ ജീവനെ, ബ്രഹ്മാംശത്തെ ഏത് രൂപത്തിലേക്കും നമുക്ക് ആവാഹിച്ച് കുടിയിരുത്തി എനിക്കിഷ്ടമുള്ള രൂപത്തിൽ ആരാധിക്കാൻ പറ്റും. ഇന്ന് ബാലനായിട്ടുള്ള രാമനെ നമുക്ക് ആരാധിക്കാം. സീതയോടൊപ്പം നടക്കുന്ന വീരനായിട്ടുള്ള രാമനെ നമുക്ക് ആരാധിക്കാം. യുദ്ധം ചെയ്യുന്ന രാമനെ നമുക്ക് ആരാധിക്കാം. ഉണ്ണി ഗണപതിയെ നമുക്ക് ആരാധിക്കാം. ഉണ്ണിക്കണ്ണനെ ആരാധിക്കാം. അപ്പൊ ഏത് രൂപത്തിലും നമ്മൾ ആരാധിക്കുമ്പോൾ ആ ആരാധന ചെന്നെത്തുന്നത് ബ്രഹ്മത്തിലേക്കാണ്. എല്ലാം ചൂണ്ടുപലകയാണ് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം. അത് മനസ്സിലാക്കാതെ ഹിന്ദുക്കൾ ഇപ്പോഴും ബഹുദൈവ വിശ്വാസികളാണെന്ന്, ഏകദൈവ സിദ്ധാന്തം ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പ്രതാപനെ പോലുള്ള ഒരു ഹൈന്ദവന്റെ ശത്രുക്കളാണോ അതോ ഹൈന്ദവതയുടെ മിത്രമാണോ എന്ന് ചിന്തിക്കണം. ഇന്ന് പിണറായി വിജയന്റെ വാക്ക് കേട്ടപ്പം എല്ലാ മതങ്ങൾക്കും ഒരേ സ്വാതന്ത്ര്യമാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പിണറായി വിജയൻ. അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ അയ്യപ്പന്റെ തീർത്ഥം കൊണ്ട് ഒരു മന്ത്രി കൈ കഴുകില്ലായിരുന്നു. വിവരം പറഞ്ഞാനെ. അത് ഹിന്ദുവിന്റെ നെഞ്ചത്തിട്ട ആണിയാണ് പിണറായി വിജയൻ. നിങ്ങൾ അവരെ അംഗീകരിക്കണ്ട. നിങ്ങൾ ഞങ്ങളുടെ ഒരു ഈശ്വരനെ അംഗീകരിക്കണ്ട. അവിടേക്ക് കയറി ചെല്ലാതിരിക്കാമല്ലോ. നിങ്ങൾക്ക് ഈ ഈശ്വരന്റെ മുമ്പിലേക്ക് നിങ്ങൾക്ക് കയറാതിരിക്കാം. നിങ്ങൾക്ക് ഓഫീസിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ച് മടങ്ങിപ്പോകാം. ഞങ്ങളുടെ മൂർത്തിയുടെ മുമ്പിൽ പോയിരുന്ന് എന്നിട്ട് എന്താണ് ആ മൂർത്തിയെ അധിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ അതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കറിയാം നിങ്ങളുടെ നിലപാട് എന്താണെന്ന്. നിങ്ങളുടെ പാർട്ടിയിലുമുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയിലും ഹിന്ദുക്കളില്ലേ? അവർക്ക് അവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ജീവിച്ചുകൂടെ? എന്തിനാണ് അവരോട് ഇത്രമാത്രം ശത്രുത? ഒന്ന് പറഞ്ഞ് രണ്ടു പറഞ്ഞ് ജാതി, ക്ഷേത്രപ്രവേശനം ഞങ്ങളുണ്ടാക്കിയതാണെന്നുള്ള നുണ. അങ്ങനെ നുണകളുടെ ഒരു പരമ്പര തന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിട്ടുണ്ട്. അതിനൊക്കെ നല്ലൊരു മറുപടിയാണെന്ന് നിങ്ങളൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. രാമക്ഷേത്രം ഇത്ര പെട്ടെന്ന് പൂർത്തിയാകുമെന്നും അവിടെ യജമാനായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇരുന്ന് മന്ത്രങ്ങൾ ചൊല്ലി ഹവിസ്സുകൾ അർപ്പിക്കുമെന്നും സ്വപ്നത്തിൽ പോലും നിങ്ങൾ കരുതിയിട്ടില്ല. കേവലം 2 സീറ്റുണ്ടായിരുന്ന ഒരു ബി.ജെ.പി. എന്ന പാർട്ടി ഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചടക്കി ഇന്ത്യ 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും നിങ്ങൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ അത് സംഭവിച്ചിരിക്കുന്നു. ഇനി അതുമായിട്ട് അംഗീകരിക്കുകയാണ് ഏറ്റവും നല്ല മാർഗം. അതേപോലെ തന്നെ ഹൈന്ദവ ആചാര്യന്മാരെ ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. നമുക്കറിയാം, ശബരിമല കാലത്ത് തന്ത്രിമാരുടെ കോണകം വരെ ഇവിടുത്തെ ചർച്ചാ വിഷയമായിരുന്നു. നിങ്ങളാരും ഉസ്താദുമാരുടെ തുടിവൊക്കി നോക്കിയിട്ടില്ല, പള്ളിയിലച്ചന്മാരുടെ ലോഹ വലിച്ചു കീറിയിട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത് ഹൈന്ദവ സംസ്കാരത്തെ തന്നെയാണ്. ഒരു സംശയം വേണ്ട. മിനിറ്റിന് ഒന്നിനെ പോലെ നിറം മാറുന്ന ആളാണ് കോൺഗ്രസുകാർ. രാഹുൽ ഒരു നേരം തൊപ്പി വെച്ച് കാണാം, അടുത്ത നിമിഷം കാവ്യ കൊടുത്ത് കാണാം, പിന്നെ കുരിശുമാലയും വെച്ച് കാണാം. അതാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്.
നമ്മളെ ആരുടെയും ശത്രുക്കളായിട്ട് നിൽക്കണ്ട. പക്ഷെ അവനവന്റെ ധർമ്മം അവനവൻ ജനിച്ചു വളർന്ന, അദ്ദേഹം ജനിച്ചു വളർന്ന മതവും രാഷ്ട്രീയമൊക്കെ ഏതാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എത്രമാത്രം ഈ രാജ്യത്തെ ഈ മൂർത്തികളോട് അവർക്ക് കടപ്പാടുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. എന്തായാലും ശരി, മോദിജി ഭരണത്തിൽ കയറുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒട്ടുമിക്കവാറും പൂർത്തിയായി കഴിഞ്ഞു. ആർട്ടിക്കിൾ 370 ഇന്ന് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വരാനുള്ളത് ഒരു രാജ്യം ഒരു നിയമം എന്നുള്ളതാണ്. അതും വരും, താമസംവിന അതും വരും. ഏകീകൃത സിവിൽ കോഡ് വരും, വന്നേ ഒക്കുള്ളൂ. കാരണം അത് പറഞ്ഞിട്ടുണ്ട്. മോദിജി പറഞ്ഞാൽ, BJP പറഞ്ഞാൽ അത് വരും. ഞാൻ BJP കാരനൊന്നും അല്ലെങ്കിലും അത് വരും, സംഭവിക്കുന്ന ഒരു ഉറപ്പാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ പറയുന്ന രാമന്റെ അയോധ്യ. അത് പൂർത്തീകരിച്ചു. ഇനി അതിനെ ചൊല്ലി വെറുതെ കൊനക്ഷൻ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. അത് സംഭവിച്ചു കഴിഞ്ഞു. ജനങ്ങളത് ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു രാമനെ. രാമൻ രാജ്യത്തിന്റേതായി, രാമന്റെ രാജ്യവുമായി. കാരണം ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിന് രാമൻ പ്രിയനാണ്, പ്രിയപ്പെട്ടവനാണ്, സീത പ്രിയപ്പെട്ടവനാണ്. ആ പ്രിയത്തെ അടർത്തി മാറ്റി ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർക്കൊക്കെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. എപ്പോഴും സത്യം KK മുഹമ്മദിന്റെ രൂപത്തിൽ, ഒരു ചെറുപ്പൻ മുസൽമാന്റെ രൂപത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കിയിട്ടില്ല. ഇനി ഈ സ്വഭാവം ഒഴിവാക്കുന്നത് നല്ലത്. ഹൈന്ദവ ആചാരങ്ങളെ അതിന്റെ വഴിക്ക് വിടുക. ക്ഷേത്രങ്ങൾ പിടിച്ചടക്കി, ക്ഷേത്രവിശ്വാസം ഇല്ലാതാക്കി, ജാതി പറഞ്ഞ് ഹൈന്ദവരെ പരസ്പരം അടുപ്പിച്ച് ഒരുപാട് കാലം മുന്നോട്ട് പോകാമെന്ന് ആരും കരുതണ്ട. ഒരു കാറ്റ് വീശുമ്പോൾ എല്ലായിടത്തും ആ കാറ്റെത്തും എന്നുള്ളത് മനസ്സിലാക്കുക. രാഷ്ട്രീയമാവാം, രാഷ്ട്രീയത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാം. പക്ഷെ അത് ഈ രാജ്യത്തിന്റെ സത്തയെ ചോദ്യം ചെയ്തുകൊണ്ടാവരുത്, ധർമ്മത്തെ ചോദ്യം ചെയ്തുകൊണ്ടാവരുത്. ഗായിക ചിത്ര നാമം ജപിക്കാനാ പറഞ്ഞത്, ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടും രാജ്യം അംഗീകരിക്കുന്ന ആ ഗായികയെ നിങ്ങളുടെ കൂട്ടർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് പൊതുസമൂഹം കണ്ടു. അവരുടെ വിശ്വാസത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു വാക്ക് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറഞ്ഞു കേട്ടിട്ടില്ല. അതവരുടെ വിശ്വാസമാണ്. അവർ രാമഭക്തയാണ്, അതവർ പറഞ്ഞോട്ടെ എന്നാരും ചിന്തിച്ചിട്ടില്ല. എന്റെ രാമൻ ഇങ്ങനെയല്ല, എന്റെ രാമന്റെ രൂപം വേറെയാണ് എന്ന് പറയുന്ന എഴുത്തുകാര് ഇവരൊക്കെ എവിടേക്കാണ് പോകുന്നറിയാം. MT ഒന്ന് കുറ്റം പറഞ്ഞിട്ടേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് ഞോണ്ടിയപ്പോ MTനെ കാലേ വാരി തല്ലാനാണ് നിങ്ങൾ ശ്രമിച്ചത്. ഓശാന പാടി നിൽക്കുന്നവർ മാത്രം രാജാവ് നഗ്നനാണ് എന്ന് പറയുന്നവന്റെ നാവരിയുക. കാലം എല്ലാത്തിനും സാക്ഷിയാണ്. കാലം, ആ കാലത്തിന്റെ സാക്ഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഇന്ന് നടന്നത്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള, അതുപോലെ ഈ ശത്രുക്കളായിട്ടുള്ള ഈ പറഞ്ഞ ശത്രുത ഉണ്ടാക്കുന്നവരുടെ അണികളിലും സത്യത്തിൽ സന്തോഷമുണ്ട്. അവരത് പുറത്ത് പ്രകടിപ്പിച്ചാൽ അവരുടെ തല കാണില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പല ഹിന്ദു സഖാക്കളും മിണ്ടാതിരിക്കുന്നത്.
അതും ഞങ്ങൾക്കറിയാം. ഹിന്ദു സഖാക്കൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട്. ഉള്ളിന്റെ ഉള്ളില് ആരും അറിയാതെ അവര് ജപിക്കുന്നുണ്ട് ഹരേ രാമ ജയരാമ ജയ ജയ രാമ എന്ന് അവര് ആരും അറിയാതെ ഉള്ളിന്റെ ഉള്ളില് ജപിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കാണാൻ പലപ്പോഴും പലരും വിളിക്കാറുമുണ്ട്. അങ്ങനെ അപ്പൊ എന്തായാലും ഇന്ന് ഈ സുദിനം ആസ്വദിച്ച രാമന്റെ കൂടെ നിന്ന് ഈ ചരിത്രത്തിന്റെ ഭാഗമായ നാമം ജപിച്ച വിളക്ക് തെളിച്ച എല്ലാവരോടും, അത് ഹൈന്ദവർ മാത്രമല്ല കേട്ടോ, മുസ്ലിങ്ങളും തെളിച്ചിട്ടുണ്ട്. അങ്ങനെ ധർമ്മത്തെ തലോടുന്ന എല്ലാവരോടും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്റേതായിട്ടുള്ള സന്തോഷം, നന്ദി പ്രകടിപ്പിക്കാൻ നിൽക്കുകയാണ് ഞാൻ. അതിനുവേണ്ടി വന്നതാണ്. പിന്നെ ഒന്നും കാണുന്നില്ലല്ലോ, ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള അതിന് മറുപടി അടുത്ത മാസത്തോടുകൂടി ഒരു ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്, യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയാണ്. അതിന്റെ പ്രവർത്തനത്തിലാണ്. അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പേര് വിവരങ്ങൾ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യാം. ഒരു ചാനൽ എഡ്യൂക്കേഷനുണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, ധർമ്മമുണ്ട്, എല്ലാം വേണ്ടുന്നത് ഒരു കുടുംബത്തിലേക്ക് വേണ്ടുന്ന നല്ലതായ കാര്യങ്ങളുള്ളൂ, ചീത്തയായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ലതൊക്കെ പറയാനുള്ള ഒരു ചാനൽ, ഞാൻ പഠിച്ചത് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചാനൽ, അങ്ങനെ ഒരു ചാനലിന്റെ പ്രവർത്തനത്തിലാണ്. അതിന്റെ കാരണങ്ങൾ വഴിയെ പറയാം. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ജയ് ശ്രീറാം, ജയ് ജയ് ശ്രീറാം.